ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ SIT അന്വേഷണത്തിൽ അതൃപ്തിയും സംശയങ്ങളും പ്രകടിപ്പിക്കുകയാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വിജയകുമാറിനെയും ശങ്കരദാസിനെയും പ്രതി ചേർക്കാത്തതിൽ കോടതിയുടെ ചോദ്യങ്ങൾ ഉണ്ടാകുന്നു. വൻ തോക്കുകൾ ഒഴിവാക്കപ്പെടരുത് എന്ന് കോടതി ചൂണ്ടിക്കാട്ടുകയാണ്. ഡിസംബർ 5-ന് ശേഷം അന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയില്ല. ഈ മെല്ലെപ്പോക്കിൽ സംശയം പ്രകടിപ്പിക്കുകയാണ് കോടതി. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, കൂടുതൽ വിവരങ്ങൾ, പുതുതായി പുറത്തു വരുന്ന വിവരങ്ങൾ. വിഷ്ണു. ഈ അന്വേഷണ സംഘം രൂപീകരിച്ച ശേഷം ആദ്യമായാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു വിമർശനം അല്ലെങ്കിൽ ഒരു സംശയം ഈ അന്വേഷണ സംഘത്തിനെതിരെ ഉയരുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ തവണയൊക്കെ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ അന്വേഷണം ശരിയായ ദിശയിൽ പോകുന്നു എന്നാണ് ഹൈക്കോടതി നിരീക്ഷിച്ചതെങ്കിൽ ഇത്തവണ അങ്ങനെയല്ല. അന്വേഷണം മെല്ലെ പോകുന്നതിനടക്കം ഹൈക്കോടതി സംശയിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാര്യം ഡിസംബർ 5-ന് ശേഷം കാര്യമായ ഒരു പുരോഗതി ഈ അന്വേഷണത്തിൽ ഉണ്ടായിട്ടില്ല. ഒപ്പം ശങ്കരദാസിനെയും വിജയകുമാറിനെയും പ്രതി ചേർക്കാത്തതിലും കോടതി ആശ്ചര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. കാരണം ഈ കേസിൽ ഇതിൻ്റെ ഒരു പശ്ചാത്തലം ഇങ്ങനെയാണ്. സ്വർണം എന്ന് എഴുതേണ്ടിടത്ത് ചെമ്പ് എന്ന് എഴുതി. പക്ഷേ അതിൻ്റെ കൂട്ടുത്തരവാദിത്വം ആ ദേവസ്വം ബോർഡിന് പൂർണ്ണമായുണ്ട്. അത് കേവലം വ്യക്തികൾക്ക് മാത്രമല്ല, ആ ബോർഡ് അംഗങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട്. ഈ കേസിൽ അതുമായി ബന്ധപ്പെട്ട് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് അതിൻ്റെ ക്രിമിനൽ ലയബിലിറ്റി അത് ശങ്കരദാസിനും വിജയകുമാറിലേക്കും എത്താത്തത് എന്ന ചോദ്യം കോടതി ചോദിക്കുന്നു. അവരെ പ്രതി ചേർക്കാത്തതിലും കോടതി കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് പിന്നാലെ വായിച്ചു വരുമ്പോഴാണ് ഈ അന്വേഷണ സംഘത്തിൽ ഈ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഇത് ഒരുപക്ഷെ ലക്ഷക്കണക്കിന് ആളുകളുടെ വിശ്വാസം കവർന്നെടുത്തുകൊണ്ട് അത് ചൂഷണം ചെയ്തുകൊണ്ടുള്ള ഒരു കൊള്ളയാണ് അവിടെ നടന്നിട്ടുള്ളത്. ആ സാഹചര്യത്തിൽ ഇതിൽ വൻതോക്കുകൾ ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലുണ്ട്. അവരെയൊന്നും ഒരു തരത്തിലും ഒഴിവാക്കപ്പെടരുത്. അവരെല്ലാം കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തണമെന്നാണ് ജസ്റ്റിസ് A ബദറുദ്ദീൻ്റെ ബെഞ്ച് പറയുന്നത്. നേരത്തെ കഴിഞ്ഞ തവണ ഡിസംബർ 5-ാം തീയതിയാണ് ഈ ഹർജി പരിഗണിച്ചത്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള പുരോഗതികൾ അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിക്കുകയും ഹൈക്കോടതി ഒരു മാസം കൂടി സമയം നീട്ടി നൽകുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത ഇടക്കാല ഉത്തരവ് ഇനിയിപ്പോൾ ജനുവരി 5-ാം തീയതി ആയിരിക്കും ഹൈക്കോടതിക്ക് മുമ്പാകെ വരിക. അതിനിടയിൽ ഹൈക്കോടതിയിലേക്ക് എത്തുന്നത് ഈ പറയുന്ന ജാമ്യാപേക്ഷകൾ മാത്രമാണ്. ആ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് ജസ്റ്റിസ് A ബദറുദ്ദീൻ്റെ ചില സംശയങ്ങൾ, അദ്ദേഹത്തിൻ്റെ ചില പ്രതിപട്ടികയിലുള്ളവരിലേക്ക് സജീവമായ അന്വേഷണ സംഘം നീങ്ങിയത് നേരത്തെ നമ്മൾ കണ്ടതാണ്. ജയശ്രീ ഒഴികെ അറസ്റ്റും ചോദ്യം ചെയ്യലും മറ്റ് നടപടികളും ഒക്കെ പുരോഗമിക്കുന്നുണ്ടായിരുന്നു. ജയശ്രീയുടെ കാര്യത്തിലാണെങ്കിൽ അവർ സുപ്രീം കോടതിയിൽ പോയി. മറ്റ് പ്രതികളിലേക്ക് അന്വേഷണം സജീവമായി വ്യാപിപ്പിക്കുന്നത് കണ്ടു. പക്ഷേ ഉന്നതർ എന്ന നിലയിൽ അത് പത്മകുമാറിൽ ഒതുങ്ങി നിൽക്കുകയായിരുന്നു. ഈ വിജയകുമാറിൻ്റെയും ശങ്കരദാസിൻ്റെയും ഒക്കെ കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ടെങ്കിലും ഇതിലെ ഉന്നതരിലേക്ക്, വൻ തോക്കുകളിലേക്ക് അന്വേഷണം നീങ്ങുന്നില്ല, അതിലേക്ക് അന്വേഷണ സംഘം സഞ്ചരിക്കുന്നില്ല എന്നതാണോ കോടതിയെ ഇങ്ങനെയൊരു വിമർശനം ഉന്നയിക്കാൻ പ്രേരിപ്പിക്കുന്നത്? വിഷ്ണു സുരേഷ്. അതിന് പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തന്നെ കോടതി വ്യക്തമാക്കിയതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അകമഴിഞ്ഞൊരു സ്വാതന്ത്ര്യം ശബരിമല സന്നിധാനത്തുണ്ടായിരുന്നു. അത് കേവലം ഉണ്ണികൃഷ്ണൻ പോറ്റി വിചാരിച്ചാലോ അല്ലെങ്കിൽ അവിടുത്തെ ചില ഉദ്യോഗസ്ഥർ വിചാരിച്ചാൽ മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമല്ല. അയാൾക്ക് അനിയന്ത്രിതമായി അവിടെ എപ്പോൾ വേണമെങ്കിലും പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. അതിന് പിന്നിൽ, അയാളെ നിയന്ത്രിച്ചതിന് പിന്നിൽ അല്ലെങ്കിൽ അയാൾക്ക് വൻതോക്കുകളുമായി ബന്ധമുണ്ട്. ആ സാഹചര്യത്തിൽ ഈ കൊള്ളയ്ക്ക് പിന്നിലും ആ ഗൂഢാലോചനയ്ക്ക് പിന്നിലും വൻതോക്കുകളുണ്ട് എന്നാണ് കോടതിയുടെ നിരീക്ഷണം. പക്ഷേ നിലവിലെ അന്വേഷണം പത്മകുമാർ ഏറ്റവും ടോപ്പ് ലെവൽ വന്നാൽ പത്മകുമാറിൽ മാത്രം എത്തി നിൽക്കുകയാണ്. അതിനപ്പുറത്തേക്ക് അന്വേഷണം ഒരു ഘട്ടത്തിലും പോയിട്ടില്ല. അതിനപ്പുറത്തേക്ക് പോകണം. ഈ ബിഗ് ഗൺസ് എന്ന വാക്കാണ് കോടതി ഉപയോഗിക്കുന്നത്. വൻ തോക്കുകളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തണം, അവരെ കൂടി ഈ അന്വേഷണത്തിന്റെ ഭാഗമാക്കണം എന്നുള്ളതാണ് കോടതി പറയുന്നത്. അതിനൊപ്പം തന്നെയാണ് ഈ വിജയകുമാറിനെയും ശങ്കർദാസിനെയും പ്രതി ചേർക്കാത്തതിലുള്ള അതൃപ്തിയും കോടതി പ്രകടിപ്പിക്കുന്നത്. അത് വളരെ കൃത്യമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം പത്മകുമാർ അധ്യക്ഷനായ ദേവസ്വം ബോർഡിലെ അംഗങ്ങളാണ് ഇരുവരും. പക്ഷേ എന്തുകൊണ്ടാണ് ഇതിന്റെ കൂട്ടുത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട്. ചെമ്പെന്ന് എഴുതുന്നതിന് പകരം ഗോൾഡ് എന്ന് എഴുതിയത് ആ ദേവസ്വം ബോർഡ്, ആ ബോർഡിന്റെ ഒന്നാകെ തീരുമാനമാണ്. അത് കേവലം ഒരാളുടെ മാത്രം തീരുമാനമല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇരുവരെയും പ്രതി ചേർക്കാത്തത് എന്ന ചോദ്യമാണ് ഹൈക്കോടതി ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. അതിന് ഇനിയിപ്പോൾ SIT എന്ത് മറുപടിയായിരിക്കും നൽകാൻ പോകുക? അതോടൊപ്പം തന്നെ ദേവസ്വം ബെഞ്ച് ഏത് തരത്തിലാണ് ഈ വിഷയത്തെ പരിഗണിക്കാൻ പോകുന്നതൊക്കെ ശ്രദ്ധേയമാണ്. SITയെ സംബന്ധിച്ച് അവർ കേൾക്കുന്ന ആദ്യത്തെ പ്രഹരം എന്ന് വിശേഷിപ്പിക്കാം ഹൈക്കോടതിയിൽ നിന്ന്. ഇതുവരെ SITയുടെ നീക്കങ്ങളുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു പരാമർശവും അവർക്കെതിരെ ഉണ്ടായിരുന്നില്ല. അന്വേഷണം ശരിയായ ദിശയിൽ പോകുന്നു എന്നാണ് ഹൈക്കോടതി പലതവണ ആവർത്തിച്ച് പറഞ്ഞത്. പക്ഷേ ആദ്യമായി SIT അന്വേഷണത്തിൽ സംശയം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഹൈക്കോടതി.
ശരി, വിഷ്ണു സുരേഷ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. നേരത്തെ കോടതി ഈ അന്വേഷണ പുരോഗതി വിലയിരുത്തുന്ന ഘട്ടങ്ങളിലൊന്നും SITയുടെ അന്വേഷണത്തെ വിമർശിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നില്ല. പ്രതിപക്ഷം ആ ഘട്ടത്തിലും സജീവമായി ഇതിന് പിന്നിൽ SIT അന്വേഷണത്തിൽ സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു, ചിലരെ സംരക്ഷിക്കാനുള്ള നീക്കം സർക്കാർ നടത്തുന്നു എന്നതടക്കമുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് തന്നെ അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങളുമായി ബന്ധപ്പെട്ട് ഗുരുതര സ്വഭാവത്തിലുള്ള ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുകയാണ്. ഹൈക്കോടതി ഇതിന്റെ അന്വേഷണത്തിൽ ചില ഏരിയകളിൽ അതൃപ്തി രേഖപ്പെടുത്തുകയാണ്. ചില കുറ്റവാളികളെ സംരക്ഷിക്കുന്നുണ്ടോ, ഒഴിവാക്കുന്നുണ്ടോ എന്നുള്ള സംശയം കോടതി പ്രകടിപ്പിക്കുകയാണ്. വിഷ്ണു സുരേഷ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.